പ്രിയ വിദ്യാർത്ഥികളെ, ഈ കൊറോണ കാലത്ത് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന പദങ്ങളാണ് ആൻറ്റിജൻ ടെസ്റ്റ്, ആൻറ്റിബോഡി ടെസ്റ്റ്, സ്വാബ് ടെസ്റ്റ് തുടങ്ങിയവ. ഒരാൾക്ക് COVID-19 ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ടെസ്റ്റുകൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. മനുഷ്യ ശരീരത്തിലെ സ്രവങ്ങളായ തൊണ്ടയിലെ സ്രവം, മൂക്കിലെ സ്രവങ്ങൾ എന്നിവ പരിശോധിച്ചാണ് ഇത് ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഇത്തരം അവസ്ഥകൾ, അതായത് ഒരു മനുഷ്യ ശരീരത്തിലെ രോഗാവസ്ഥയെ നിർണ്ണയിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ മെഡിക്കൽ ലബോറട്ടറി എന്ന് വിളിക്കുന്നത്. ഈ മെഡിക്കൽ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇത്തരം അനലിറ്റിക്കൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് ഈ മൂന്നാമത്തെ മൊഡ്യൂളിലെ 4ാമത്തെ ചാപ്റ്റർ. ഫോട്ടോ ഇലക്ട്രിക് കളർ മീറ്റർ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. ഒരു കളേർഡ് സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഫോട്ടോ ഇലക്ട്രിക് കളർ മീറ്റർ. ബ്ലഡിനകത്തുള്ള ഷുഗർ, അതേപോലെ ഹീമോഗ്ലോബിൻ, പ്രോട്ടീൻ തുടങ്ങിയവയുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഫോട്ടോ ഇലക്ട്രിക് കളർ മീറ്റർ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ചിത്രത്തിൽ കാണുന്നത് വ്യത്യസ്ത കടുപ്പത്തിലുള്ള 3 കട്ടൻ ചായകളാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവ ലൈറ്റാണോ, സ്ട്രോങ് ആണോ, മീഡിയം ആണോ എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാവും. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ചായയുടെ കളർ നോക്കിയാണ്. യഥാർത്ഥത്തിൽ ചായയുടെ കളർ എന്നുള്ളത് ചായപ്പൊടിയുടെ അളവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതായത് ചായപ്പൊടിയുടെ അളവ് ചായയുടെ കളറിന് നേർ അനുപാതത്തിലായിരിക്കും. ഇങ്ങനെ കളറിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്ത് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് കളർ മീറ്ററിൻ്റെ പ്രവർത്തന തത്വം. ഫോട്ടോ ഇലക്ട്രിക് കളർ മീറ്ററിൻ്റെ പ്രവർത്തന തത്വം ബിയർ ലാംബേർട്ട്സ് ലോ ആണ്. ബിയർ, ലാംബേർട്ട് എന്നീ 2 സയൻറ്റിസ്റ്റുകളുടെ പേരിലാണ് ഈ നിയമം അറിയപ്പെടുന്നത്. ഈ നിയമത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ബിയർ ലോ, രണ്ടാമത്തേത് ലാംബേർട്ട്സ് ലോ. ഇത് പറയുന്നതിന് മുമ്പായി 2 പദങ്ങൾ നമ്മൾ പരിചയപ്പെടണം. ഒന്നാമത്തേത് അബ്സോർബൻസ്, രണ്ടാമത്തേത് ട്രാൻസ്മിറ്റൻസ്. ഒരു കളേർഡ് സൊല്യൂഷനിലൂടെ ലൈറ്റ് നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റിനെ ആ സൊല്യൂഷൻ ആഗിരണം ചെയ്യുകയും ബാക്കിയുള്ളവയെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഒരു സൊല്യൂഷൻ എത്രത്തോളം പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നു എന്നുള്ളത് ആ സൊല്യൂഷൻ്റെ അബ്സോർബൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ അത് എത്രത്തോളം ലൈറ്റിനെ കടത്തിവിടുന്നു എന്നുള്ളതിനെ സാധാരണ ഉപയോഗിക്കുന്ന ടേമാണ് ട്രാൻസ്മിറ്റൻസ്. ഒരു സൊല്യൂഷൻ എത്ര ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് ആ സൊല്യൂഷൻ്റെ കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ കളർ യഥാർത്ഥത്തിൽ അതിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ഒരു തത്വം അടിസ്ഥാനമാക്കിയാണ് ഫോട്ടോ ഇലക്ട്രിക് കളർ മീറ്റർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പദാർത്ഥത്തിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ആ പദാർത്ഥം മാക്സിമം അബ്സോർബ് ചെയ്യുന്ന കളർ, അതായത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് കളർ മീറ്ററിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത്. കളർ മീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ ബിയർ ലാംബർട്ട് ലോ ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ നിയമപ്രകാരം ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് അല്ലെങ്കിൽ സിംഗിൾ കളർ ലൈറ്റ് ഒരു സൊല്യൂഷനിലൂടെ കടത്തിവിട്ടാൽ എത്രത്തോളം ലൈറ്റിനെ അതിനെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് ആ സൊല്യൂഷനിലൂടെയുള്ള ലൈറ്റിൻ്റെ പാത്ത് ലെങ്ത്തിനും അതേപോലെ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനും നേർ അനുപാതത്തിലായിരിക്കും. അതായത് A is proportional to B, A is proportional to C, or A is equal to A into B into C, where capital A is the absorbance, small a is the absorptivity, B is the path length, and C is the concentration. Transmittance T is equal to e raised to minus ABC, but absorbance A is equal to ABC as per Beer law. Therefore, T is equal to e raised to minus A. അതുകൊണ്ട് തന്നെ ഒരു കളർ മീറ്ററിൽ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അളക്കുന്നതിന് ആ സൊല്യൂഷൻ്റെ അബ്സോർബൻസ് ആണ് നമ്മൾ അളക്കാറുള്ളത്. ആ ലൈറ്റിനെ സൊല്യൂഷനിലൂടെ കടത്തിവിടുകയും അബ്സോർബ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ലൈറ്റ് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അളന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അബ്സോർബൻസ് വാല്യൂ ലഭിക്കുന്നു. ഈ അബ്സോർബൻസ് വാല്യൂ പിന്നീട് നമ്മൾ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് കളർ മീറ്ററിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഒരു കളർ മീറ്ററിന് പ്രധാനമായും 7 ഭാഗങ്ങളാണുള്ളത്. 1 ലൈറ്റ് സോഴ്സ്, 2 സ്ലിറ്റ് ആൻഡ് ഷട്ടർ, 3 ഫിൽട്ടർ, 4 ക്യുവറ്റ്, 5 ഫോട്ടോ സെൽ, 6 ആംപ്ലിഫയർ, 7 ഔട്ട്പുട്ട് മീറ്റർ. ഇത് ഓരോന്നും എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഒന്നാമതായി ലൈറ്റ് സോഴ്സ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ട ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കുന്നത്. സാധാരണയായി 6 വോൾട്ട് ടങ്സ്റ്റൺ ലാമ്പാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത്. രണ്ടാമത്തത് സ്ലിറ്റ് ആൻഡ് ഷട്ടർ. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് സ്ലിറ്റ് ഉപയോഗിക്കുന്നത്. അനാവശ്യമായ ലൈറ്റ്, അതായത് സ്ട്രേ ലൈറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഷട്ടർ ഉപയോഗിക്കാറുള്ളത്. മൂന്നാമത്തത് ഫിൽട്ടർ. ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫിൽട്ടർ ഉപയോഗിക്കാറുള്ളത്. ഒരു റൊട്ടേറ്റിംഗ് വീലോട് കൂടിയ ഫിൽട്ടർ ഡിസ്ക്കാണ് സാധാരണ മീറ്ററിൽ ഉപയോഗിക്കാറുള്ളത്. ഏത് പദാർത്ഥത്തിൻ്റെ കോൺസെൻട്രേഷനാണോ അളക്കുന്നത് അതിനനുസരിച്ചുള്ള വ്യത്യസ്ത കളറുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നാലാമത്തത് ക്യുവറ്റ് ഓർ സാമ്പിൾ ഹോൾഡർ. സൊല്യൂഷൻ അടങ്ങിയ ടെസ്റ്റ് ട്യൂബ് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്യുവറ്റ് അല്ലെങ്കിൽ സാമ്പിൾ ഹോൾഡർ എന്ന ഭാഗം ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തത് ലൈറ്റ് ഡിറ്റക്ടർ ഓർ ഫോട്ടോ സെൽ. അബ്സോർപ്ഷന് ശേഷം എത്രത്തോളം ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയാണ് ഫോട്ടോ സെൽ അല്ലെങ്കിൽ ലൈറ്റ് ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത്. ഫോട്ടോ സെൽ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക് എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. സെലീനിയം സെല്ലാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഫോട്ടോ സെൽ. ആറാമത്തത് ആംപ്ലിഫയർ. ഫോട്ടോ സെൽ സാധാരണയായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ വളരെ വീക്കായിരിക്കും. ഈ സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ആംപ്ലിഫയർ ഉപയോഗിക്കാറുള്ളത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് സാധാരണയായി ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഏഴാമത്തെ ഭാഗം ഔട്ട്പുട്ട് മീറ്ററാണ്. കളർ മീറ്ററിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്മിറ്റൻസ് വാല്യൂ അല്ലെങ്കിൽ അബ്സോർബൻസ് ഇവ ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ട് മീറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത് രണ്ട് തരത്തിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ. അനലോഗ് ടൈപ്പിൽ ഗാൽവനോമീറ്റർ ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റലിൽ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ അല്ലെങ്കിൽ LCD ഉപയോഗിക്കുന്നു. ഒരു കളർ മീറ്ററിൻ്റെ ക്ലിനിക്കൽ ഉപയോഗങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ബ്ലഡ് സീറത്തിലെ ഗ്ലൂക്കോസ്, ഷുഗർ, ഫോസ്ഫേറ്റ്, എൻസൈംസ്, ഹീമോഗ്ലോബിൻ, പ്രോട്ടീൻ എന്നിവയുടെ കോൺസെൻട്രേഷൻ അളക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് കളർ മീറ്റർ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഒരു കളർ മീറ്ററിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ 3 ടെസ്റ്റ് ട്യൂബുകളിലായി 3 സൊല്യൂഷനുകൾ പ്രിപ്പയർ ചെയ്യണം. ഒന്നാമത്തേത് ടെസ്റ്റ് സൊല്യൂഷൻ, അത് നമ്മൾ സാധാരണ T എന്ന അക്ഷരം കൊണ്ട് മാർക്ക് ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, അത് ഉപയോഗിക്കുന്ന ആൽഫബറ്റ് S എന്നാണ്. മൂന്നാമത്തത് ബ്ലാങ്ക് സൊല്യൂഷൻ, അതിനുപയോഗിക്കുന്ന ആൽഫബറ്റാണ് B. ഏതു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനാണോ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് നമ്മൾ ടെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ അൺനോൺ സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവാണ് പരിശോധിക്കുന്നതെങ്കിൽ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ഒരു കളേർഡ് സൊല്യൂഷൻ ഒരു റിയേജൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ തയ്യാറാക്കുന്നു. രണ്ടാമത്തെ സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ്. നമുക്ക് കോൺസെൻട്രേഷൻ അറിയുന്ന സൊല്യൂഷനാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തത് ബ്ലാങ്ക് സൊല്യൂഷൻ. പ്രധാനമായും ടെസ്റ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച റിയേജൻറ്റിൻ്റെ സൊല്യൂഷനാണ് ഉപയോഗിക്കാറുള്ളത്. റിയേജൻറ്റ് കളർലെസ് ആണെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറും നമുക്ക് ബ്ലാങ്ക് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ടെസ്റ്റ് സൊല്യൂഷൻ്റെ കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളറുള്ള ഒരു ഫിൽട്ടർ സെലക്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് ടെസ്റ്റ് സൊല്യൂഷൻ റെഡ് കളറാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ ആയ ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. പിന്നീട് മെഷീൻ ഓൺ ചെയ്തതിന് ശേഷം അബ്സോർബൻസ് 0 സെറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനു വേണ്ടിയാണ് ബ്ലാങ്ക് സൊല്യൂഷൻ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ക്യുവറ്റിൽ ബ്ലാങ്ക് സൊല്യൂഷൻ വെച്ചതിന് ശേഷം അബ്സോർബൻസ് റീഡിംഗ് 0 ആക്കണം. ഇതിനു വേണ്ടി നമുക്ക് പ്രത്യേകം നോബ് ഉണ്ടായിരിക്കും മെഷീനകത്ത്. പിന്നെ നമ്മൾ ടെസ്റ്റ് സൊല്യൂഷൻ്റെയും സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെയും അബ്സോർബൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ റീഡ് ചെയ്യണം. ഈ കിട്ടിയ റീഡിങ്, അതായത് അബ്സോർബൻസ് ഓഫ് അൺനോൺ സൊല്യൂഷൻ, അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, അതിൻ്റെ കൂടെ തന്നെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ, അത് നമുക്ക് അറിയാവുന്നതാണ്. അതിനെ നമുക്ക് CS എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ്. ഈ 3 വാല്യൂ ഈ കോൺസെൻട്രേഷൻ ഓഫ് അൺനോൺ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നുള്ള ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. ഇക്വേഷൻ ഇതാണ്: കോൺസെൻട്രേഷൻ ഓഫ് അൺനോൺ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു അബ്സോർബൻസ് ഓഫ് അൺനോൺ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഇതാണ് ഒരു കളർ മീറ്ററിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഓപ്പറേഷൻ. അടുത്തതായി ഒരു കളർ മീറ്റർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാമെന്ന് നോക്കാം. കളർ മീറ്റർ ഉപയോഗിക്കുന്നതിന് മുമ്പായി യൂസർ മാനുവൽ ശ്രദ്ധാപൂർവം വായിച്ചിരിക്കേണ്ടതാണ്. കളർ മീറ്ററിൻ്റെ നിർമ്മാതാക്കൾ നിർദ്ദേശിച്ച തരത്തിലുള്ള ക്യുവറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ. ഉപയോഗത്തിന് മുമ്പായി ക്യുവറ്റ് നന്നായി ക്ലീൻ ചെയ്യണം. ക്യുവറ്റിൻ്റെ പുറഭാഗം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കണം. അതേപോലെ തന്നെ
ഫിംഗർ പ്രിൻ്റ്, സ്ക്രാച്ച് എന്നിവയിൽ നിന്ന് മുക്തമായിരിക്കുകയും വേണം. കളറിമീറ്റർ ഓൺ ചെയ്യുന്നതിന് മുമ്പായി തന്നെ ഫിൽറ്റർ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. റീഡിംഗ് എടുക്കുന്നതിന് മുമ്പായി സൊല്യൂഷനിലുള്ള എയർ ബബിൾസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ഉപയോഗശേഷം ക്യുവറ്റ് കളറിമീറ്ററിൽ നിന്നും പുറത്തെടുത്ത് വെക്കേണ്ടതാണ്. കളറിമീറ്റർ ഉപയോഗിച്ച ശേഷം കളറിമീറ്റർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. തുരുമ്പെടുക്കാൻ സഹായകമാകുന്ന കെമിക്കൽസ്, ഫ്യൂംസ് എന്നിവയിൽ നിന്നും കളറിമീറ്റർ അകലത്തിൽ വെക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഒരു കളറിമീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയ വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കാം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്ത സൂക്ഷ്മ വസ്തുക്കളെ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ചെറുത് എന്നർത്ഥമുള്ള മൈക്രോ, അതുപോലെ കാണുക അല്ലെങ്കിൽ നോക്കുക എന്നർത്ഥമുള്ള സ്കോപ്പൈൻ എന്നീ 2 പദങ്ങൾ ചേർന്നാണ് മൈക്രോസ്കോപ്പ് എന്ന പദം ഉണ്ടാകുന്നത്. 1600കളിലാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കപ്പെടുന്നത്. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുള്ള സൂക്ഷ്മ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിനെ കുറിച്ച് വളരെ വിശദമായി പഠിക്കാം. നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ്. 1. ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ തന്നെ 3 വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. 1. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, 2. സ്റ്റീരിയോ മൈക്രോസ്കോപ്പ്, 3. കോൺഫോക്കൽ മൈക്രോസ്കോപ്പ്, 2. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, 3. സ്കാൻ പ്രോബ് മൈക്രോസ്കോപ്പ്. ഇവ ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ലൈറ്റിൻ്റെ സഹായത്തോടെ ഇമേജ് ഫോർമേഷൻ നടത്തുന്ന മൈക്രോസ്കോപ്പുകളാണ് ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പുകൾ. ആദ്യകാലങ്ങളിലെ മൈക്രോസ്കോപ്പുകൾ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പുകളെ പല വിഭാഗങ്ങളായി തിരിക്കാം. 1. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പുകൾ ഒബ്ജക്റ്റീവ്, ഐപീസ് എന്നീ 2 ലെൻസ് സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പരമാവധി ഉപയോഗപ്രദമായ മാഗ്നിഫിക്കേഷൻ ഏകദേശം 1000x ആണ്. 2. സ്റ്റീരിയോ മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പുകൾ പരമാവധി 100x വലുതാക്കുന്നു. സാമ്പിളിൻ്റെ 3D കാഴ്ച നൽകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒപ്പേക്ക് ഒബ്ജക്ട്സുകൾ നിരീക്ഷിക്കുന്നതിന് സ്റ്റീരിയോ മൈക്രോസ്കോപ്പ് ഉപയോഗപ്രദമാണ് എന്നതാണ് മറ്റൊരു സവിശേഷത. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലെ 3ാമത്തെ വിഭാഗമാണ് കോൺഫോക്കൽ സ്കാനിംഗ് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട്, സ്റ്റീരിയോ മൈക്രോസ്കോപ്പുകൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഉപകരണങ്ങൾ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവയ്ക്ക് ഒരു സാമ്പിളിനെ വളരെ ഡീപ്പായി സ്കാൻ ചെയ്യാൻ കഴിയും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. ആധുനിക ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായ മൈക്രോസ്കോപ്പുകളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. സെൽസ്, പാർട്ടിക്കിൾസ് തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. 3. സ്കാൻ പ്രോബ് മൈക്രോസ്കോപ്പുകൾ. സ്കാൻ പ്രോബ് മൈക്രോസ്കോപ്പ് ഇൻഡിവിജ്വൽ ആറ്റങ്ങളെ കാണിക്കുന്നതിന് സഹായിക്കുന്നു. ഈ അധ്യായത്തിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകളെക്കുറിച്ചാണ് നമ്മൾ വിശദമായി പഠിക്കുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. മാഗ്നിഫൈഡ് ഇമേജുകൾ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒപ്റ്റിക്കൽ ഉപകരണമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഷോർട്ട് ഫോക്കൽ ലെങ്ത് ഉള്ള ഒബ്ജക്റ്റീവ് ലെൻസും ലാർജ് ഫോക്കൽ ലെങ്ത് ഉള്ള ഐപീസ് ലെൻസുകളും ഒരേ ട്യൂബിൽ ഘടിപ്പിച്ചിരിക്കുന്നു. പാർട്സ് ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളെ 2ആയി തിരിക്കാം: മെക്കാനിക്കൽ പാർട്സ് ആൻഡ് ഒപ്റ്റിക്കൽ പാർട്സ്. മെക്കാനിക്കൽ പാർട്സ്: ഫൂട്ട് അല്ലെങ്കിൽ ബേസ്, ലിംബ് അല്ലെങ്കിൽ ആം, ബോഡി ട്യൂബ്, നോസ് പീസ്, കോഴ്സ് ആൻഡ് ഫൈൻ നോബ്സ്, സ്റ്റേജ് ആൻഡ് സ്റ്റേജ് ക്ലിപ്സ്, സബ്സ്റ്റേജ്. ഒപ്റ്റിക്കൽ പാർട്സ്: ഐപീസ് ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, കണ്ടൻസർ, ഐറിസ് ഡയഫ്രം, മിറർ അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ്. ഇവയോരോന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഐപീസ് ലെൻസ്. ഐപീസ് ലെൻസിലൂടെയാണ് ഫൈനൽ ഇമേജ് നമ്മൾ കാണുന്നത്. ഐപീസ് ലെൻസ് വലിയ അപ്പർച്ചറും ലാർജ് ഫോക്കൽ ലെങ്ത്തുമുള്ള ഒരു കോൺവെക്സ് ലെൻസാണ്. സാധാരണയായി 10x ആണ് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ. ബോഡി ട്യൂബ്. ഇതൊരു സിലിണ്ട്രിക്കൽ ട്യൂബ് ആണ്. താഴ്ഭാഗത്ത് റിവോൾവിംഗ് നോസ് പീസിൽ 3 ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. കോഴ്സ്, ഫൈൻ എന്നീ 2 അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകൾ വഴി ബോഡി ട്യൂബ് ഉയർത്താനും താഴ്ത്താനും സാധിക്കും. ഒബ്ജക്റ്റീവ് ലെൻസ്. ബോഡി ട്യൂബിന് അടിയിലുള്ള നോസ് പീസിലാണ് ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ചെറിയ അപ്പർച്ചറും ചെറിയ ഫോക്കൽ ലെങ്ത്തും ഉള്ള കോൺവെക്സ് ലെൻസുകളാണ് ഒബ്ജക്റ്റീവ് ലെൻസുകളായി ഉപയോഗിക്കുന്നത്. സാധാരണയായി 3 തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസുകൾ ഉപയോഗിക്കുന്നു. 10x മാഗ്നിഫിക്കേഷനുള്ള ലോ പവർ ഒബ്ജക്റ്റീവ്, 40x മാഗ്നിഫിക്കേഷനുള്ള ഹൈ പവർ ഒബ്ജക്റ്റീവ്സ്, 100x മാഗ്നിഫിക്കേഷനുള്ള ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് ലെൻസ്. കോഴ്സ് ആൻഡ് ഫൈൻ ഫോക്കസ് നോബ്സ്. ഈ കോആക്സിയൽ നോബുകൾ മൈക്രോസ്കോപ്പ് ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു.
വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് കോഴ്സ് നോബും വളരെ പ്രിസൈസ് ആയ ഫോക്കസിന് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബും ഉപയോഗിക്കുന്നു. സ്റ്റേജ്. നമ്മൾ കാണേണ്ട ഒബ്ജക്റ്റ് വെക്കുന്ന സ്ഥലമാണ് സ്റ്റേജ്. താഴെ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വരുന്നതിന് സ്റ്റേജിൻ്റെ നടുവിലായി ഒരു ഹോൾ അഥവാ അപ്പർച്ചർ ഉണ്ടാകും. സ്ലൈഡ് ശരിയായി ഹോൾഡ് ചെയ്യാൻ സ്റ്റേജിൽ ക്ലിപ്പുകൾ ഉണ്ടായിരിക്കും. സബ് സ്റ്റേജ്. സ്റ്റേജിന് തൊട്ട് താഴെയുള്ള മിനി സ്റ്റേജിനെയാണ് സബ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ കണ്ടൻസർ ലെൻസും ഐറിസ് ഡയഫ്രവും ഘടിപ്പിച്ചിരിക്കുന്നു. ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ മിറർ. ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് എത്തിക്കുന്നതിനാണ് ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ മിറർ ഉപയോഗിക്കുന്നത്. മിറർ ഉപയോഗിച്ച് സറൗണ്ടിംഗ് ലൈറ്റിന് ഒബ്ജക്റ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നു. കോൺകേവ് മിററാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ലൈറ്റ് സോഴ്സുകളായി LED ലാമ്പുകളോ അല്ലെങ്കിൽ ഹാലോജൻ ലാമ്പുകളോ ഉപയോഗിക്കാറുണ്ട്. കണ്ടൻസർ. ഒബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നതിനാണ് കണ്ടൻസർ ഉപയോഗിക്കുന്നത്. ഐറിസ് ഡയഫ്രം. ഒബ്ജക്റ്റിലേക്കുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നതിനാണ് ഐറിസ് ഡയഫ്രം ഉപയോഗിക്കുന്നത്. ഒരു ലിവർ ഉപയോഗിച്ച് ഐറിസ് ഡയഫ്രം ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. കണ്ടൻസർ ഫോക്കസ് നോബ് ഉപയോഗിച്ച് കണ്ടൻസർ താഴ്ത്താനും ഉയർത്താനും സാധിക്കും. ഫൂട്ട് അല്ലെങ്കിൽ ബേസ്. മൈക്രോസ്കോപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ ഫൂട്ട് അല്ലെങ്കിൽ ബേസിലാണ് നിലകൊള്ളുന്നത്. ആം അല്ലെങ്കിൽ ലിംബ്. മൈക്രോസ്കോപ്പിൻ്റെ ആർക്ക് ഷേപ്ഡ് ഭാഗമാണ് ലിംബ് അഥവാ ആം എന്ന് പറയുന്നത്. ആമിൻ്റെ മുകൾ ഭാഗത്ത് ബോഡി ട്യൂബും താഴെ സ്റ്റേജും സബ്സ്റ്റേജുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ. സാധാരണ ആവശ്യങ്ങൾക്കായി വളരെ കോമണായി ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതിന് 2 ലെൻസുകളാണ് ഉള്ളത്. 1 നിരീക്ഷിക്കേണ്ട വസ്തുവിനടുത്തുള്ള ഒബ്ജക്റ്റീവ് ലെൻസ്. 2 ഒക്കുലാർ ലെൻസ് അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്ന ഐപീസ് ലെൻസ്. ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശം നേർത്ത സുതാര്യമായ ഒബ്ജക്റ്റ് വഴി കടന്നുപോകുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് ഒബ്ജക്റ്റിൻ്റെ റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ് ഇമേജ് അഥവാ I1 ഉണ്ടാക്കുന്നു. ഈ മാഗ്നിഫൈഡ് ഇമേജ് I1 ഐപീസ് ലെൻസിൻ്റെ ഒരു ഒബ്ജക്റ്റായി ആക്ട് ചെയ്യുന്നു. ഐപീസ് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഇമേജിനെ ഐപീസ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിനുള്ളിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഐപീസ് ലെൻസ് I1 എന്ന ഇമേജിനെ വീണ്ടും മാഗ്നിഫൈ ചെയ്ത് I2 എന്ന വെർച്വൽ ഇമേജ് ലഭിക്കുന്നു. ഈ ഫൈനൽ ഇമേജ് I2വിനെയാണ് നാം ഐപീസിലൂടെ നോക്കിക്കാണുന്നത്. ഓപ്പറേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് മൈക്രോസ്കോപ്പ്. ആദ്യമായി ലൈറ്റ് സോഴ്സ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ സൺലൈറ്റ് മിറർ വഴി ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. സാധാരണയായി 3 തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസുകളാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ 3 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ മൈക്രോസ്കോപ്പിൽ സാധ്യമാണ്. 1 ലോ പവർ അഡ്ജസ്റ്റ്മെൻറ്റ്, 2 ഹൈ പവർ അഡ്ജസ്റ്റ്മെൻറ്റ്, 3 ഓയിൽ ഇമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് ഓരോ ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിക്കുമ്പോഴും അതിന് ആസ്പദമായി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതാണ്. 1 ലോ പവർ അഡ്ജസ്റ്റ്മെൻറ്റ്. ലോ പവർ ഒബ്ജക്റ്റീവ് ലെൻസ് തിരഞ്ഞെടുത്ത് ഐപീസ് ലെൻസിൻ്റെ നേർരേഖയിൽ കൊണ്ടുവരിക. കണ്ടൻസർ ലെൻസ് പൂർണ്ണമായും താഴ്ത്തുക. ഐറിസ് ഡയഫ്രം പകുതി തുറക്കുക. മിറർ ലൈറ്റ് സോഴ്സിന് അഭിമുഖമായി വെക്കുക. ഒബ്ജക്റ്റ് സ്റ്റേജിൽ വെച്ചതിന് ശേഷം ഐപീസ് ലെൻസിലൂടെ നോക്കി വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുന്നതുവരെ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് ബോഡി ട്യൂബ് താഴ്ത്തുക. ശേഷം ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് കൂടുതൽ നന്നായി ഫോക്കസ് ചെയ്ത് ഷാർപ്പായ ഇമേജ് ലഭ്യമാക്കുക. രണ്ടാമത്തത് ഹൈ പവർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ ഹൈ പവർ ഒബ്ജക്റ്റീവ് ലെൻസ് തിരഞ്ഞെടുത്ത് ഐപീസ് ലെൻസിൻ്റെ നേർരേഖയിൽ കൊണ്ടുവരിക. കണ്ടൻസർ ലെൻസ് താഴ്ഭാഗത്തു നിന്നും പകുതി ഉയർത്തുക. ഐറിസ് ഡയഫ്രം 3/4 ഭാഗം തുറന്നു വെക്കുക. മിറർ ലൈറ്റ് സോഴ്സിന് അഭിമുഖമായി വെക്കുക. ഒബ്ജക്റ്റ് സ്റ്റേജിൽ വെച്ചതിന് ശേഷം ഐപീസ് ലെൻസിലൂടെ നോക്കി വ്യക്തമായി ചിത്രം ലഭിക്കുന്നതുവരെ കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് ബോഡി ട്യൂബ് താഴ്ത്തുക. ശേഷം ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് കൂടുതൽ നന്നായി ഫോക്കസ് ചെയ്ത് ഷാർപ്പായ ഇമേജ് ലഭ്യമാക്കുക. മൂന്നാമത്തത് ഓയിൽ ഇമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ ഓയിൽ ഇമേഷൻ ഒബ്ജക്റ്റീവ് ലെൻസ് തിരഞ്ഞെടുത്ത് ഐപീസ് ലെൻസിൻ്റെ നേർരേഖയിൽ കൊണ്ടുവരിക. കണ്ടൻസർ പൂർണ്ണമായും ഉയർത്തുക. ഐറിസ് ഡയഫ്രം പൂർണ്ണമായും തുറക്കുക. മിറർ ലൈറ്റ് സോഴ്സിന് അഭിമുഖമായി വെക്കുക. ഒബ്ജക്റ്റ് സ്റ്റേജിൽ വെച്ചതിന് ശേഷം അതിനു മുകളിൽ ഒരു തുള്ളി ഇമ്മേഷൻ ഓയിൽ ഡ്രോപ്പ് ചെയ്യുക. ശേഷം കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് ബോഡി ട്യൂബ് താഴ്ത്തി ഇമ്മേഷൻ ഓയിലിൻ്റെ ആ ഡ്രോപ്പിന് മുകളിൽ ടച്ച് ചെയ്ത് നിർത്തുക. ശേഷം ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് കൂടുതൽ നന്നായി ഫോക്കസ് ചെയ്ത് ഷാർപ്പായ ഇമേജ് ലഭ്യമാക്കുക. അപ്ലിക്കേഷൻ ഓഫ് മൈക്രോസ്കോപ്പ്. യൂസ്ഡ് ഇൻ laboratory for blood cell counting, detection of microorganism like bacteria, searching parasite like worm in blood,
ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് സെൽ, ടിഷ്യൂ അനാലിസിസ്, യൂറിൻ അനാലിസിസ്, സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ ഓഫ് വൈറസ് ആൻഡ് ബാക്ടീരിയ. കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മൈക്രോസ്കോപ്പ്. 1. നേരിട്ടുള്ള സൂര്യപ്രകാശം, പൊടികൾ, ഈർപ്പം എന്നിവയിൽ നിന്നും അകലത്തിൽ സൂക്ഷിക്കുക. മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാത്ത സമയത്ത് വുഡൻ ബോക്സിൽ സൂക്ഷിക്കുക. ഈർപ്പം വലിച്ചെടുക്കുന്ന ചെറിയ സിലിക്ക ജെൽ ബാഗുകൾ ബോക്സിൽ വെക്കുക. ബോഡി ട്യൂബ് താഴ്ത്തുമ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് സ്ലൈഡിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ലെൻസുകൾ കൈകൊണ്ട് തുടരുത്. ഓരോ ഉപയോഗത്തിന് ശേഷവും ഓയിൽ ഇമ്മേഷൻ ലെൻസ് ക്ലീൻ ചെയ്യണം. ലെൻസുകൾ ക്ലീൻ ചെയ്യുന്നതിന് കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറുകൾ ഉപയോഗിക്കാം. ലെൻസുകൾ ക്ലീൻ ചെയ്യാൻ ആൽക്കഹോൾ ഉപയോഗിക്കരുത്. പ്രിയ പഠിതാക്കളെ, മെഡിക്കൽ ലബോറട്ടറി ഉപകരണങ്ങളായ ഓട്ടോ അനലൈസർ, സെമി ഓട്ടോ അനലൈസർ, ഹെമറ്റോളജി അനലൈസർ, ബ്ലഡ് ഗ്യാസ് അനലൈസർ, ഇലക്ട്രോലൈറ്റ് അനലൈസർ, ബ്ലഡ് സെൽ കൗണ്ടർ, ഇൻക്യുബേറ്റർ, വാട്ടർ ബാത്ത് എന്നീ ഉപകരണങ്ങളെ പറ്റിയുള്ള ഒരു ചെറു ചർച്ചയാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓട്ടോ അനലൈസർ മോഡേൺ മെഡിക്കൽ ലാബിലെ ഒരു സുപ്രധാന ഉപകരണമാണ് ഓട്ടോ അനലൈസർ. ഓട്ടോ അനലൈസർ സാധാരണയായി ബയോകെമിസ്ട്രി ലാബുകളിൽ ബോഡി ഫ്ലൂയിഡ്സിലെ കെമിക്കൽ കമ്പോണൻറ്റ്സ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓട്ടോ അനലൈസർ പ്രധാനമായും 2 രൂപത്തിലാണുള്ളത്. ഒന്ന് ഫുള്ളി ഓട്ടോമേറ്റഡ് അനലൈസർ, രണ്ടാമത്തത് സെമി ഓട്ടോ അനലൈസർ. ഫുള്ളി ഓട്ടോമേറ്റഡ് അനലൈസറിൽ പിപ്പറ്റിംഗ്, മിക്സിംഗ് ഓഫ് സാമ്പിൾ വിത്ത് റിയേജൻറ്റ്, ഇൻക്യുബേഷൻ, റീഡിംഗ്, കാൽക്കുലേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് എന്നീ ജോലികൾ മെഷീൻ ചെയ്യുന്നു. എന്നാൽ സെമി ഓട്ടോ അനലൈസറിൽ സാമ്പിൾ, റിയേജൻറ്റ് മിക്സിംഗ്, റീഡിംഗ് എന്നിവ മാനുവലായി ചെയ്യുന്നു. ബാക്കി ജോലികൾ മെഷീൻ നിർവഹിക്കുന്നു. സെമി ഓട്ടോ അനലൈസറിൽ പാർഷ്യൽ ഓട്ടോമേഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഓട്ടോ അനലൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ മിനിമം ഹ്യൂമൻ അസിസ്റ്റൻസ് ഉപയോഗപ്പെടുത്തി ഒന്നിലധികം സാമ്പിളുകളിൽ നിന്നും ഒന്നിലധികം കെമിക്കൽ കമ്പോണൻറ്റ്സ് വളരെ വേഗത്തിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓട്ടോ അനലൈസറിലെ ഈ അനാലിസിസ് രീതിയെ കണ്ടിന്യൂസ് ഫ്ലോ അനാലിസിസ് എന്നും പറയാറുണ്ട്. ഓട്ടോ അനലൈസർ ഉപയോഗിച്ച് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഓഫ് വർക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. ഒന്നിലധികം സാമ്പിളുകൾ ഒരേ സമയം ടെസ്റ്റ് ചെയ്യാനാവും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് ലഭിക്കുന്നു. ഹ്യൂമൻ അസിസ്റ്റൻസ് വളരെ കുറയ്ക്കാനാവും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ എറർ എലിമിനേറ്റ് ചെയ്യാനും അക്യുറസി ഇൻക്രീസ് ചെയ്യാനുമാകും. റിയേജൻറ്റിൻ്റെയും സാമ്പിളിൻ്റെയും അളവ് കുറവ് മതി എന്നുള്ളത് ഈ മെഷീൻ്റെ ഒരു പ്രത്യേകതയാണ്. കെമിക്കൽ കമ്പോണൻറ്റ്സ് ഓഫ് ബ്ലഡ് മെഷേർഡ് യൂസിങ് ഓട്ടോ അനലൈസർ. ആൽക്കലൈൻ ഫോസ്ഫേറ്റ്, ബ്ലഡ് യൂറിയ നൈട്രജൻ, കാൽസ്യം, ക്രിയാറ്റിൻ, കൊളസ്ട്രോൾ, ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, യൂറിക് ആസിഡ് ഇൻ ബ്ലഡ് സിറം തുടങ്ങിയവ ഓട്ടോ അനലൈസർ ഉപയോഗിച്ച് മെഷർ ചെയ്യാവുന്ന ബ്ലഡ് അഥവാ ബോഡി ഫ്ലൂയിഡിലെ കോമ്പൗണ്ട്സിൽ ചിലതാണ്. ഹെമറ്റോളജി അനലൈസർ. ഹെമറ്റോളജി അനലൈസർ പ്രധാനമായും ഹെമറ്റോളജി ലാബുകളിൽ കംപ്ലീറ്റ് ബ്ലഡ് സെൽ കൗണ്ട് അഥവാ CBC കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഹെമറ്റോളജി അനലൈസർ ബ്ലഡ് സെൽസ് ഹൈ സ്പീഡിലും അക്യുറസിയിലും കൗണ്ട് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ബ്ലഡ് സെൽ കൗണ്ട് രോഗിയുടെ പൊതുവായ ആരോഗ്യനില വിലയിരുത്താനാണ് ഡോക്ടേഴ്സ് ഉപയോഗപ്പെടുത്തുന്നത്. CBC ഇൻക്ലൂഡ്സ് റെഡ് ബ്ലഡ് സെൽ കൗണ്ട്, വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ഹീമോഗ്ലോബിൻ, ESR. ഹെമറ്റോക്രിറ്റ്. ഹെമറ്റോളജി അനലൈസറിൻ്റെ മറ്റ് ഉപയോഗങ്ങളിൽ ചിലത്: മെഷറിംഗ് ഓഫ് RBC ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്, WBC ഡിഫറൻഷ്യൽ കൗണ്ട് ഇൻ പെർസെൻറ്റേജ് ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ, പ്ലേറ്റ്ലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്, പ്ലേറ്റ്ലെറ്റ് മീൻ വോളിയം, ലാർജ് പ്ലേറ്റ്ലെറ്റ് സെൽ റേഷ്യോ എന്നിവയാണ്. ബ്ലഡ് ഗ്യാസ് അനലൈസർ.
ബ്ലഡ് ഗ്യാസ് അനലൈസർ ബ്ലഡിലെ ഗ്യാസിൻ്റെ ഇൻബാലൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പ്രധാനമായും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, pH വാല്യൂ, കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ലൈക്ക് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, ഗ്ലൂക്കോസ്, ബൈകാർബണേറ്റ് എക്സെട്ര എന്നിവയാണ് ബ്ലഡ് ഗ്യാസ് അനലൈസർ ഉപയോഗിച്ച് കൗണ്ട് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ഗ്യാസ് അനാലിസിസ്. ലങ്സ് എത്രത്തോളം ഓക്സിജൻ ബ്ലഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു എന്നും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിനെ എത്രത്തോളം ബ്ലഡിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നെന്നും മനസ്സിലാക്കാം. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, pH എന്നിവയുടെ ഇൻബാലൻസ് ചില പ്രത്യേക മെഡിക്കൽ കണ്ടീഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ആയതിനാൽ ബ്ലഡ് ഗ്യാസ് ഇൻബാലൻസ്, കിഡ്നി ഫെയിലിയർ, ഹാർട്ട് പ്രോബ്ലം, അൺകൺട്രോൾഡ് ഡയബറ്റിക്സ്, സിവിയർ ഇൻഫെക്ഷൻസ്, ഡ്രഗ് ഓവർഡോസ്, സിവിയർ ബ്രീത്തിങ് പ്രോബ്ലംസ്, ആസ്മ എന്നീ രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. നോർമൽ വാല്യൂസ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 75 to 100 mm of Hg. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് 38 to 42 mm of Hg. pH 7.38 to 7.42. ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് 94 to 100%. ബൈകാർബണേറ്റ് 22 to 28 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. ഇലക്ട്രോലൈറ്റ് അനലൈസർ. ഇലക്ട്രോലൈറ്റ് അനലൈസർ പ്രധാനമായും ഇലക്ട്രോലൈറ്റ് ഇൻബാലൻസ് അറിയാൻ ഉപയോഗിക്കുന്നു. അതായത് ബ്ലഡ്, സിറം, പ്ലാസ്മ, യൂറിൻ എന്നിവയിലെ ഇലക്ട്രോലൈറ്റിൻ്റെ സാന്നിധ്യം അറിയാനും അളക്കാനും ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ് ഫോർ ഇലക്ട്രോലൈറ്റ്സ്: സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ക്ലോറിൻ, pH and carbon dioxide. Clinical importance of measuring electrolytes. Electrolyte imbalance leads to dehydration, kidney disease, lung disease, heart disease. ബ്ലഡ് സെൽ കൗണ്ടർ. ശരീരത്തിലെ ബ്ലഡ് സെല്ലുകളുടെ എണ്ണവും ടൈപ്പും കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതായത് ബ്ലഡ് സെൽ കൗണ്ടർ കൗണ്ട്സ് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ആൻഡ് HB. രോഗിയുടെ പൊതുവായ ആരോഗ്യസ്ഥിതി അറിയാൻ ബ്ലഡ് സെൽ കൗണ്ട് ഉപയോഗിക്കുന്നു. അനീമിയ, ക്യാൻസർ, ക്ലോട്ടിംഗ് ഇഷ്യൂസ്, ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡേഴ്സ് എന്നിവയാണ് ബ്ലഡ് സെൽ കൗണ്ടിലുണ്ടാകുന്ന വ്യതിയാനം സൂചിപ്പിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഗ്ലൂക്കോമീറ്റേഴ്സ്. ബ്ലഡിനകത്തെ ഗ്ലൂക്കോസ് ലെവൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറുതും പോർട്ടബിളും ബാറ്ററി ഓപ്പറേറ്റഡും ആയ ഒരു ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ. ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ ഷുഗർ ലെവൽ അറിഞ്ഞ് കണ്ടീഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണയായി ഇത് ഉപയോഗിക്കാറുള്ളത്. ഒരു ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുന്നതിന് സാധാരണ 5 സ്റ്റേജസ് നമുക്ക് പറയാം. ഒന്നാമത്തേത് ലാൻസിങ് ഡിവൈസ് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തത് കൈ അല്ലെങ്കിൽ സാമ്പിൾ സൈറ്റ് കഴുകുക. 3 ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പും തയ്യാറാക്കി വെക്കുക. 4 ലാൻസിങ് ഡിവൈസ് ഉപയോഗിച്ച് ബ്ലഡ് സാമ്പിൾ എടുത്ത് സ്ട്രിപ്പിൽ ബ്ലഡാക്കി ഗ്ലൂക്കോസ് മെഷർമെൻറ്റ് നടത്തുക. 5 ഉപയോഗിച്ച ലാൻസെറ്റും സ്ട്രിപ്സും ഡിസ്പോസ് ചെയ്യുക. ബ്ലഡ് ബാങ്ക് എക്യുപ്മെൻറ്റ്സ്. ആക്സിഡൻറ്റ്, സർജറി തുടങ്ങിയവയിൽ ബ്ലഡ് നഷ്ടപ്പെടുന്ന രോഗികൾക്കോ പൊള്ളലേറ്റവർ, ക്യാൻസർ രോഗികൾ, ലുക്കീമിയ തുടങ്ങിയ അസുഖമുള്ളവർക്കോ ബ്ലഡോ അതിലെ കമ്പോണൻറ്റുകളോ ആയിട്ടുള്ള RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ തുടങ്ങിയവ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ബ്ലഡോ അതിലെ കമ്പോണൻറ്റുകളോ ലഭ്യമാക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ബ്ലഡ് ബാങ്ക്. ഒരു ബ്ലഡ് ബാങ്കിലെ വ്യത്യസ്ത പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് ആദ്യമായി നമുക്ക് പരിശോധിക്കാം. ഇൻടേക്ക് അഥവാ ഡോണർ സ്ക്രീൻ ആണ് ഒന്നാമതായി നടക്കുന്നത്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഏതെങ്കിലും അസുഖങ്ങളോ സാഹചര്യങ്ങളോ ഡോണറിന് ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നു.
2. ഡൊണേഷൻ. ബ്ലഡ് ബാങ്കിൽ പ്രത്യേകം സംവിധാനിച്ചിരിക്കുന്ന റൂമിൽ ഡോണർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. 3. ടെസ്റ്റിംഗ്. ഇവിടെ ഡോണർ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നു. ഓരോ ഡോണറിനും ഒരു യുനൈക്ക് കോഡ് ഉണ്ടാകും. അതുകൊണ്ട് ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോണറിനെ എളുപ്പത്തിൽ ട്രേസ് ചെയ്യാൻ പറ്റും. 4. സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇവിടെ ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് ബാഗ് സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കി ബ്ലഡിൻ്റെ വ്യത്യസ്ത കമ്പോണന്റുകളാക്കി വേർതിരിച്ച് സ്റ്റോർ ചെയ്യുന്നു. 5. ഡിസ്ട്രിബ്യൂഷൻ ടു ഹോസ്പിറ്റൽ ഓർ പേഷ്യൻ്റ്. ഇവിടെ ബ്ലഡ് നഷ്ടപ്പെട്ട രോഗികൾ, ക്യാൻസർ പേഷ്യൻ്റ്, ബേൺ വിക്ടിംസ് തുടങ്ങിയവർക്ക് ആവശ്യമായ ബ്ലഡ് കമ്പോണന്റുകൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നു. 6. ഡയഗ്നോസ്റ്റിക് സർവീസ്. ഇവിടെ ഡോണറിൻ്റെയും റിസീവറിൻ്റെയും ബ്ലഡ് സാമ്പിളുകൾ കൂടുതൽ വിശദമായ ടെസ്റ്റിങ്ങിന് വിധേയമാക്കി പേഷ്യൻ്റ് ബ്ലഡ് റിസീവ് ചെയ്താൽ ഉണ്ടാകാവുന്ന സൈഡ് എഫക്റ്റുകളെക്കുറിച്ച് പരിശോധിക്കുന്നു. 7. റിസർച്ച്. ഡൊണേറ്റ് ചെയ്ത ബ്ലഡിൻ്റെ സാമ്പിൾ കൂടുതൽ വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കുന്നു. ബ്ലഡിൻ്റെ ഒപ്റ്റിമൽ യൂസ് ഇത്തരം ഗവേഷണങ്ങൾ കൊണ്ട് സാധ്യമാകുന്നു. 8. മെഡിസിൻസ് ഫ്രം ബ്ലഡ്. ആയിരക്കണക്കിന് പ്രോട്ടീനുകളാണ് പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റിൽ മെഡിക്കേഷൻ ഉണ്ടാക്കുവാൻ പ്ലാസ്മ ഉപയോഗിക്കുന്നു. നൂറുകണക്കിന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്ലാസ്മ പ്രൊഡക്റ്റുകൾ മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം എക്യുപ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. 1. ഡോണർ കൗച്ച്. ബ്ലഡ് ബാങ്കിലും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക തരം ഡോണർ ചെയറാണ് ഡോണർ കൗച്ച്. ഡോണറിന് ഏറ്റവും കംഫർട്ടബിളും സേഫ് ആയും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഇതിൻ്റെ ഹെഡ് സെക്ഷനും ഫുഡ് സെക്ഷനും റിമോട്ട് വഴി ഉയർത്താനും താഴ്ത്താനും സാധിക്കും. ഇതുവഴി ഡോണറിന് സംഭവിക്കാവുന്ന വാസോവാഗൽ റിയാക്ഷൻ അഥവാ ബ്ലഡ് ശരീരത്തിൽ നിന്നും പോകുന്നത് മൂലമുണ്ടാകാവുന്ന തലകറക്കം, മറ്റു ശാരീരിക അസ്വസ്ഥതകൾ എന്നിവ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ബ്ലഡ് ബാഗ്. ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ബ്ലഡ് ബാഗിലാണ്. 350 ml, 450 ml എന്നീ 2 തരത്തിലുള്ള പ്രൈമറി ബാഗുകളിലാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. സെൻട്രിഫ്യൂജ് ചെയ്ത ഹോൾ ബ്ലഡിനെ കമ്പോണന്റുകളാക്കി സെപ്പറേറ്റ് ചെയ്യാൻ വ്യത്യസ്ത തരം ബ്ലഡ് ബാഗ് കോമ്പിനേഷനുകൾ ഉപയോഗിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടവയാണ് സിംഗിൾ ബാഗ്, ഡബിൾ ബാഗ്, ട്രിപ്പിൾ ബാഗ്, ക്വാഡ്രപ്പിൾ ബാഗ്, പെൻറ്റാ ബാഗ്. ബ്ലഡ് കളക്ഷൻ മോണിറ്റർ. ബ്ലഡ് ഡൊണേഷനെ കൃത്യമായി മോണിറ്റർ ചെയ്യാനാണ് ബ്ലഡ് കളക്ഷൻ മോണിറ്റർ ഉപയോഗിക്കുന്നത്. ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അമൗണ്ട് എൻ്റർ ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ബ്ലഡ് വെച്ചിരിക്കുന്ന ട്രേ ഷേക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ട്രേയിൽ വെച്ചിരിക്കുന്ന ബ്ലഡ് ബാഗിലേക്ക് വരുന്ന ബ്ലഡും ബ്ലഡ് ക്ലോട്ടാവാതിരിക്കാൻ ബാഗിലുള്ള CPD സൊല്യൂഷനും തമ്മിൽ പ്രോപ്പർലി മിക്സ് ചെയ്യുന്നതിനാണ് ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നത്. നിശ്ചിത എമൗണ്ട് ബ്ലഡ് ബാഗിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ക്ലാമ്പ് മോട്ടോർ ഉപയോഗിച്ച് ബാഗിൻ്റെ ഇൻലെറ്റ് ട്യൂബ് ക്ലോസ് ചെയ്യുന്നു. ഡൊണേഷൻ സമയത്ത് ബ്ലഡ് വരാതിരിക്കുകയോ ഹൈ ബ്ലഡ് ഫ്ലോ ആണെങ്കിലോ അബ്നോർമൽ അലാം പ്രൊഡ്യൂസ് ചെയ്യും. 4. ബ്ലഡ് ബാഗ് ട്യൂബ് സീലർ. ബ്ലഡ് കളക്ട് ചെയ്ത ബാഗിൽ നിന്ന് ബ്ലഡ് സ്പില്ലേജ് ഒഴിവാക്കാനും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ വരാതിരിക്കാനുമായി ബ്ലഡ് ബാഗിൻ്റെ ഇൻലെറ്റ് ട്യൂബ് സീൽ ചെയ്യേണ്ടതുണ്ട്. ഇതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്യൂബ് സീലർ. ചൂട് കാരണം ബ്ലഡ് സെല്ലിൽ ഹീമോലൈസിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് ട്യൂബിനെ മാത്രം ചൂടാക്കി മെൽറ്റ് ചെയ്താണ് ട്യൂബ് സീലിംഗ് സാധ്യമാക്കുന്നത്. ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്റർ. കളക്ട് ചെയ്ത ബ്ലഡ് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ക്യാബിനറ്റുകളാണ് ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്റർ. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിനുള്ളിലെ ടെമ്പറേച്ചർ. ബാറ്ററി ബാക്കപ്പോട് കൂടിയ ടെമ്പറേച്ചർ കൺട്രോൾ യൂണിറ്റ്, ചാർട്ട് റെക്കോർഡർ, അലാം യൂണിറ്റ് എന്നിവ ഇത്തരം ബ്ലഡ് ബാങ്ക് റെഫ്രിജറേറ്ററുകളിൽ ഉണ്ടാകും. ബ്ലഡ് ബാങ്ക് സെൻട്രിഫ്യൂജ്. ബ്ലഡിലെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ തുടങ്ങിയവ. ഈ ഓരോ കമ്പോണന്റുകൾക്കും നമ്മുടെ ശരീരത്തിൽ ഓരോരോ ഉപയോഗങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് RBC ലങ്സിൽ നിന്ന് ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്നു. WBC രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. പ്ലാസ്മ
മഞ്ഞ നിറമുള്ള പ്ലാസ്മയിൽ പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, ഹോർമോൺസ് തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു. പ്ലേറ്റ്ലെറ്റ്. ചെറിയ ഡിസ്ക് ഷേപ്പിലുള്ള പ്ലേറ്റ്ലെറ്റുകൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. ബ്ലഡിലെ ഇത്തരം കമ്പോണൻറ്റുകളെ വേർതിരിക്കാനാണ് ബ്ലഡ് ബാങ്ക് സെൻട്രിഫ്യൂജുകൾ ഉപയോഗിക്കുന്നത്. ട്യൂബ്, ബോട്ടിൽ, ബ്ലഡ് ബാഗ് എന്നിവയിൽ ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്യാവുന്നതാണ്. റെഫ്രിജറേറ്റഡ് സെൻട്രിഫ്യൂജുകളാണ് സാധാരണ ബ്ലഡ് ബാങ്കിൽ ഉപയോഗിക്കുന്നത്. ഡീപ് ഫ്രീസർ. സെൻട്രിഫ്യൂജ് ഉപയോഗിച്ച് വേർതിരിച്ച പ്ലാസ്മ, RBC, ക്രയോപ്രസിപ്പിറ്റേറ്റ്, പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് തുടങ്ങിയവ ദീർഘകാലത്തേക്ക് സ്റ്റോർ ചെയ്യാനാണ് ഡീപ് ഫ്രീസർ ഉപയോഗിക്കുന്നത്. സാധാരണയായി -40°C, -80°C എന്നീ 2 ടെമ്പറേച്ചറുകളിലാണ് ഡീപ് ഫ്രീസർ ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ യൂണിറ്റ്, ടെമ്പറേച്ചർ റെക്കോർഡർ യൂണിറ്റ്, വിവിധ അലാമുകൾ എന്നിവ ഡീപ് ഫ്രീസറിൽ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്തു നിർത്താൻ സഹായിക്കുന്നു. അഫെറസിസ് മെഷീൻ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കമ്പോണൻറ്റുകളായി വേർതിരിക്കുന്ന ഉപകരണമാണ് അഫെറസിസ് മെഷീൻ. കലക്ട് ചെയ്യുന്ന ബ്ലഡ് അപ്പോൾ തന്നെ ഒരു സെൻട്രിഫ്യൂജിലൂടെ കടത്തിവിട്ടാണ് ഇത് സാധ്യമാക്കുന്നത്. ഈ പ്രോസസ്സ് നിരന്തരം മോണിറ്റർ ചെയ്യപ്പെടുകയും ആവശ്യമായ സമയത്ത് അലാം സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആവശ്യമായ ബ്ലഡ് കമ്പോണൻറ്റുകൾ വിവിധ ബാഗുകളിൽ കലക്ട് ചെയ്യുകയും മറ്റുള്ളവ ഡോണറിൻ്റെ ശരീരത്തിലേക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. പ്ലേറ്റ്ലെറ്റ് അജിറ്റേറ്റർ ആൻഡ് ഇൻക്യുബേറ്റർ. ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് കമ്പോണൻറ്റിനെ കേടുകൂടാതെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്ലേറ്റ്ലെറ്റ് അജിറ്റേറ്റർ ആൻഡ് ഇൻക്യുബേറ്റർ. ഒരു മിനിറ്റിൽ 65 സൈക്കിൾസ് സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് ആണ് പ്ലേറ്റ്ലെറ്റ് അജിറ്റേറ്ററിന് ഉണ്ടാവുക. 22°C ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടത്. അതിനാൽ പ്ലേറ്റ്ലെറ്റ് അജിറ്റേറ്റർ സാധാരണയായി 22°C ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്ന ഒരു ഇൻക്യുബേറ്ററിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. 24, 48, 96 ബാഗ് കപ്പാസിറ്റിയുള്ള പ്ലേറ്റ്ലെറ്റ് അജിറ്റേറ്ററുകളാണ് നിലവിലുള്ളത്. ടെമ്പറേച്ചർ കൺട്രോളർ, റെക്കോർഡർ, അലാം യൂണിറ്റ് എന്നിവ ഈ ഉപകരണത്തിൻ്റെ ഭാഗമാണ്. പ്ലാസ്മ എക്സ്പ്രസർ. സെൻട്രിഫ്യൂജ് ചെയ്ത ബ്ലഡ് ബാഗിലെ പ്ലാസ്മ മറ്റൊരു ബാഗിലേക്ക് മാറ്റുന്നതിനാണ് പ്ലാസ്മ എക്സ്പ്രസർ ഉപയോഗിക്കുന്നത്. പ്ലാസ്മ എക്സ്പ്രസർ 2 തരത്തിലുണ്ട്. ഒന്ന് മാനുവൽ പ്ലാസ്മ എക്സ്പ്രസർ, 2 ഓട്ടോമാറ്റിക് പ്ലാസ്മ എക്സ്പ്രസർ. വീഡിയോയിൽ കാണുന്ന പോലെ പ്ലേറ്റ് ലിവർ ആദ്യമായി ലോക്ക് ചെയ്യുക. തുടർന്ന് സെൻട്രിഫ്യൂജ് ചെയ്ത ബാഗ് പ്ലേറ്റിനിടയിൽ വെക്കുക. ശേഷം ലിവർ പതുക്കെ റിലീസ് ചെയ്യുക. പ്ലേറ്റിലെ ഹൈ പ്രഷർ കാരണം ബാഗിലെ പ്ലാസ്മ ട്യൂബിലൂടെ പ്ലാസ്മ ബാഗിലേക്ക് കലക്ട് ചെയ്യും. മാനുവൽ പ്ലാസ്മ എക്സ്പ്രസർ ആണെങ്കിൽ RBC എത്തിയോ എന്ന് ഓപ്പറേറ്റർ നോക്കി മനസ്സിലാക്കണം. ഇതിനു പകരമായി ട്യൂബിൽ ഒപ്റ്റിക്കൽ സെൻസർ ഘടിപ്പിച്ച് RBC എത്തുമ്പോൾ സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായി ക്ലാമ്പ് മോട്ടോർ ഉപയോഗിച്ച് ട്യൂബ് ക്ലോസ് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് പ്ലാസ്മ എക്സ്പ്രസർ. ഓട്ടോമാറ്റിക് ബ്ലഡ് കമ്പോണൻറ്റ് എക്സ്ട്രാക്ടർ. സെൻട്രിഫ്യൂജ് ചെയ്ത ബ്ലഡ് ബാഗിൽ നിന്നും ബ്ലഡ് കമ്പോണൻറ്റുകളെ ഓട്ടോമാറ്റിക്കായി വേർതിരിച്ച് വ്യത്യസ്ത ബാഗുകളിലേക്ക് മാറ്റുകയും സീൽ ചെയ്യുകയും ചെയ്യുന്ന ഉപകരണമാണ് ഓട്ടോമാറ്റിക് ബ്ലഡ് കമ്പോണൻറ്റ് എക്സ്ട്രാക്ടർ. ട്യൂബിലൂടെയുള്ള കമ്പോണൻറ്റ് ഫ്ലോ അറിയുന്നതിനും എത്രമാത്രം കമ്പോണൻറ്റുകൾ ബാഗുകളിലേക്ക് കലക്ട് ചെയ്യുന്നു എന്നും അറിയാൻ ഫ്ലോ സെൻസറുകളും വെയിങ് സെൻസറുകളും ഉപയോഗിക്കുന്നു. ക്രയോ സെൻട്രിഫ്യൂജ്. പ്ലാസ്മ ബാഗിൽ നിന്നും ക്രയോ അതായത് പ്ലാസ്മയുടെ ഫിബ്രിനോജിൻ റിച്ച് ഫ്രാക്ഷൻ അഥവാ FRF സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ക്രയോ സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നത്. ക്രയോ ബാത്ത്. -80° അല്ലെങ്കിൽ -40°C ഡീപ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയെ പെട്ടെന്ന് നോർമൽ ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നാൽ സെൽ ബ്രേക്കേജ് ഉണ്ടാകും. ഇത് ഒഴിവാക്കാനാണ് ക്രയോ ബാത്ത് ഉപയോഗിക്കുന്നത്. ക്രയോ ബാത്തിൽ ഫോഴ്സ്ഡ് വാട്ടർ സർക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് -80 അല്ലെങ്കിൽ -40°C ഉള്ള ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയുടെ ടെമ്പറേച്ചറിനെ കണ്ടിന്യൂസ് ആയി കൂട്ടി 37°C എത്തിക്കുന്നു. ബോഡി ടെമ്പറേച്ചറിൽ എത്തിച്ചതിന് ശേഷമാണ് പേഷ്യൻറ്റിലേക്ക് ഇവ ട്രാൻസ്ഫർ ചെയ്യുന്നത്.
ടെമ്പറേച്ചർ മോണിറ്റർ, റെക്കോർഡർ, അലാം യൂണിറ്റ് എന്നിവ ക്രയോബാത്തിന്റെ ഭാഗമായി ഉണ്ടാകും.